വബറകാതുഹു. അനുഭവങ്ങളെല്ലാവരും അയവിറക്കി. ഞാനൊരല്പം നേരം പോയി. മറ്റുള്ളവർ കേട്ടില്ല. വെള്ളത്തിറങ്ങി പിടിക്കണ്ടെങ്കിൽ കിട്ടില്ല. സ്വാഭാവികമായും കുടുംബ സമൂഹത്തിൽ നമ്മള് ഇങ്ങനെ അയവിറക്കേണ്ടത് യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് ചെറിയ കുട്ടികളുണ്ട്. നമ്മളെ പഴയകാല ജീവിതം എങ്ങനെയായിരുന്നു, അപ്പൊ നമ്മൾ യഥാർത്ഥത്തിലുള്ള അനുഭവങ്ങൾ പറയുമ്പോഴാണ് നമ്മളെ കുടുംബം ഇങ്ങനെയായിരുന്നു എന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോ നമ്മളെ കുടുംബകഥ പറയാന്ന് പറഞ്ഞാൽ ഇത്രയേറെ പ്രതിസന്ധിയും പ്രയാസവും നിറഞ്ഞിട്ടുള്ള ഒരു കുടുംബം എനിക്ക് തോന്നുന്നു വെളിയമ്പറ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ രാജകീയമായി ജീവിച്ചു. ഒരു കാലഘട്ടത്തിൽ രാജകീയ വല്യുപ്പാന്റെയും കാലഘട്ടത്തിൽ രാജകീയമായി ജീവിച്ചപ്പോ പിന്നെ പിൽക്കാലത്ത് വന്ന നമ്മളെ ഉമ്മ കുടുംബത്തിന്റെ അടുത്തെത്തുന്ന അവസരത്തിലേക്ക് ഉപ്പാന്റെ വിയോഗത്തോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. അതിനുശേഷം ഉപ്പാന്റെ വിയോഗത്തിന് ശേഷം വന്ന ഒരു അനുഭവം, വലിയ ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ ഒരു അനുഭവമുണ്ട്. കാരണം ഇന്ന് നമ്മളെല്ലാവരും ഒരു നിലയിലെത്താത്ത ആളുകൾ വളരെ കുറവാണ്. എല്ലാവർക്കും വീടുണ്ട്, കാറുണ്ട്, എല്ലാ ഉപകരണങ്ങളും, ആവശ്യത്തിലേറെ സ്വർണ്ണമുള്ളവരുണ്ട്, അതിൽ കുറഞ്ഞവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ആ സമയത്ത് ഭക്ഷണം പട്ടിണി കിടന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഇന്നും ഒരു മറക്കാത്തൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആമീത്താന്റെ മംഗളം കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം പൂർണ്ണമായും പട്ടിണിയുള്ള വീട്. രണ്ടാമത്തെ ദിവസം ഭക്ഷണം യഥാർത്ഥം അത് എല്ലാവരും. അപ്പോ ഭക്ഷണമില്ലാതെ വലിയ പ്രയാസപ്പെടുന്നുണ്ട്. ഇപ്പോ എന്റെ അനുഭവത്തിലായാലും സായിന്റെ അനുഭവത്തിലായാലും ആമിത്താനും മറിയത്താനും ഒന്നരാടം ഭക്ഷണം കഴിക്കും. ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കിട്ടൂല, ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം കിട്ടൂല. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണം ഇല്ലാതിരിക്കുന്ന ഒരു അവസരം വന്നപ്പോ ഒരു ഭക്ഷണം ഇല്ലാതെ ഒരു അവസരം വന്നപ്പോ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ നോമ്പ് തുറക്കുന്ന അവസരത്തിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവം, മറ്റൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് എല്ലാവരുടെയും ദാരിദ്ര്യം പറഞ്ഞുകൂടാ, പട്ടുവത്തിന് പ്രത്യേക ഒരു ദാരിദ്ര്യം. അങ്ങനെ വന്നപ്പോ നോമ്പ് തുറക്കുന്ന അന്ന് ആണ്ടേ പോയി ഐസും വെള്ളം മേടിച്ച് വന്ന് അതിനുശേഷം നോമ്പ് തുറക്കാൻ സാധനം ഇല്ലാണ്ടെന്നപ്പോ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? ഇവിടെ ഒരു വലിയൊരു പപ്പായി മാങ്ങ, ആ പപ്പായി മാവുന്ന് പകുത്ത മാങ്ങ കീറി വെച്ച് വെല്ലമിട്ട് പഴുപ്പിച്ച് നോമ്പ് തുറന്ന ഒരുപാട് അനുഭവങ്ങൾ. അതിനുശേഷം വന്ന, ഞാനെന്തിനാ അങ്ങനെ പ്രയാസം വന്ന, അതിനുശേഷം വന്ന പെങ്ങന്മാരുടെ കല്യാണത്തിനുണ്ടായിരുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. എന്തായാ പലതരത്തിലുള്ള പ്രതിസന്ധികളില് എന്തുകൊണ്ടാണ് ഞാൻ പട്ടുവത്തിന് പ്രത്യേക അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 9 പെങ്ങന്മാരാണ്. മുൻകാലത്ത് പിയാപ്പളക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിയാപ്പളക്ക് പോണ്ടെങ്കിൽ ആദ്യം ലക്ഷക്കണക്കിന് ഉറുപ്പ് വേണം, 1/2 ഏക്കർ സ്ഥലം വേണം, അല്ലെങ്കിൽ വിസ വേണം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വേണം. പട്ടോത്തേക്ക് പിയാപ്പളക്ക് പോണ്ടെങ്കിൽ എനക്ക് തോന്നുന്നു ഇപ്പം കിട്ടിയാൽ പിയാപ്പള പറഞ്ഞ അത്രയും ത്യാഗവും പ്രതിസന്ധിയും സഹായിച്ചിട്ട് നമ്മളെ കിട്ടി അല്ലേ? അപ്പൊ അത്രയേറെ അവർ നമ്മളെ അനുകൂലിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ നിലയിലെത്താൻ കാരണം. എന്നാ അന്ന് കാലത്ത് പോയി കഴിഞ്ഞാല് ഒരു വീട്ടില് സാധാരണ പിയാപ്പള മക്കളെ തേണ്ടപ്പോ 1 or 2 ഉണ്ടാകാൻ പാടുള്ളൂ, എന്നാൽ അവർ കല്യാണം കഴിക്കുക. ഇതിൽ നമ്മൾ പോയി പറഞ്ഞ അവിടത്തിനാണ് നമ്മൾ നിങ്ങളെത്തിനാ മക്കളും ചോദിക്കും. അന്ന് കാരണം പറഞ്ഞു ചോദിക്കും, ആദ്യം എത്തിനാ 13 മക്കളുണ്ട്. എന്നാ ഇൻഷാല്ല പിന്നെ പറയാൻ മതി. വലിയ വിഷമത്തോടുകൂടി നമ്മൾ തിരിച്ചു പോകും, ആദ്യം പോകും, അങ്ങനെ തിരിച്ചു പോകും. ഇങ്ങനെ ഒരുപാട് വീടുകൾ കയറിയതിന് ശേഷം നമുക്ക് പ്രിയപ്പെട്ടവരായിട്ട് ഇപ്പൊ നിലവിലുള്ള പിയാപ്പളമാർ അങ്ങേറ്റത്തെ സ്നേഹവും ആദരവും ബഹുമാനവും നമ്മളെ പങ്കന്മാരെ പോറ്റുന്നതിൽ ആദരവും അവരോട് കടപ്പാട് ഇപ്പൊ അറിയാം.
അപ്പൊ ആ കാലഘട്ടത്തിൽ പോലും നമ്മളെ പെങ്ങന്മാരെ ഏറ്റെടുക്കാനും സഹായിക്കാനും വേണ്ടി ഒരു കുടുംബം ഇങ്ങനെ അങ്ങനെ വന്ന അവസരങ്ങൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ കല്യാണം ചെയ്യുന്ന അവസരത്തില് പിന്നെന്ന് വെച്ചാൽ എപ്പോഴും കരച്ചാണ്. കല്യാണ ദിവസം എന്ന് വെച്ചാല് നമ്മളെ ഉപ്പാക്ക് ശേഷം വന്ന ഒറ്റ കരച്ചാണ്. ഏത് കല്യാണം കഴിയുമ്പോൾ ഒരിക്കലും പൂർത്തീകരിക്കാൻ കഴിയില്ല. പക്ഷെ പൂർത്തീകരിച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് ആർമാദിച്ച് ഒരു കല്യാണം ഏറ്റവും അവസാനം നജാന്റെ കല്യാണം തന്നെ അൽഹംദുലില്ലാഹ് ഒരു അനുഭവം തന്നെയാണ്. നജാന്റെ കല്യാണത്തോടുകൂടി എന്ത് ചെയ്ത് അത്രയേറെ സന്തോഷത്തോടുകൂടി സൗഹൃദത്തോടും സമാധാനത്തോടുകൂടി ജീവിച്ചു. അങ്ങനെയെല്ലാം പറയുമ്പോ പറ്റോത്ത പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക മഹിമയുണ്ട്. എവിടെ പോയാൽ എന്നാ മഹിമ എന്നാ പണ്ടത്തെ പെൺകുട്ടികളൊരു മഹിമ ചുറ്റുവട്ടത്തെല്ലാം ഉണ്ടായിരുന്ന ആളുകൾ പല പെൺകുട്ടികളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമ്മളെ മക്കളെ കെയർ ചെയ്യുന്നതിൽ എല്ലാ ആളുകൾക്കും വലിയ കെയറായിരുന്നു. ആ പെൺകുട്ടികൾ പ്രത്യേക ഒരു ബഹുമാനവും എന്തുകൊണ്ടാണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ 9 പെൺമക്കൾ ഉണ്ടായിട്ടും 9-ൽ ഒന്നുപോലും ഒരനാവശ്യം പറയിപ്പിച്ചിട്ടില്ല എന്നുള്ളത് അൽഹംദുലില്ലാഹ് അൽഫമറ അള്ളാഹുവിന്റെ സ്തുതിയാണ്. ഒന്നുപോലും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ കാഴ്ചക്കാർ ചില കാര്യങ്ങൾ കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതും എന്തുകൊണ്ടാണ്? സമൂഹം വളരെയേറെ ചീത്തയാണ്. നിങ്ങൾ എവിടെ ഒറ്റക്ക് പോകുന്നതും വരുന്നതിനും ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങളെ ചുറ്റുപാടും സഞ്ചരിക്കുന്ന സമൂഹം നിങ്ങളെ മാത്രമല്ല, നിങ്ങൾ ചുറ്റുപാടും ജീവിക്കുന്ന സമൂഹത്തിൽ നിങ്ങൾ ഭയക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ പറ്റോത്ത